മേക്കപ്പാലയിൽ കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ രണ്ട് മേഖലകളാണുള്ളത്. ഒന്ന് കുർബാനപ്പാറയും വീട്ടിമുകളും. ഈ രണ്ട് പ്രദേശങ്ങളിലുമായി ഏതാണ്ട് 128 കുടുംബങ്ങളാണ് സ്വയം ഒഴിഞ്ഞുപോകാൻ സന്നദ്ധരായി അപേക്ഷയുമായി വനം വകുപ്പിന് മുന്നിൽ കാത്തു നിൽക്കുന്നത്. ആരുടെയും കാര്യത്തിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. ആദ്യഘട്ടത്തിൽ 21 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. 2-3 ഘട്ടങ്ങൾ അത് പുനരധിവാസം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. പാണിയേലിയിൽ നിന്നും കോട്ടപ്പടിയിൽ നിന്നും കാട്ടുപാതകൾ താണ്ടി വീട്ടിമുകളിലും കുർബാനപ്പാറയിലുമെത്താം. വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ജനവാസമുണ്ട്. ഇന്ന് ഈ രണ്ട് വഴികളിലും ഏതു സമയത്തും കാട്ടാനക്കൂട്ടം ഇറങ്ങി വരും. രാവിലെയും വൈകിട്ടും പുറത്തിറങ്ങിയാൽ ആനയുടെ മുന്നിൽപ്പെടാതെ പോകാൻ വലിയ ഭാഗ്യം വേണം. 48 വർഷമായി ഇവിടെ താമസിക്കണം. എൻ്റെ വീട് കാണാം. ഈ വീട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപേക്ഷ വെച്ചിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു അപേക്ഷ വെച്ചിട്ട് ഒരു നടപടി ഇതുവരെ ഇല്ല. കുർബാനപ്പാറയിൽ ആളൊഴിഞ്ഞുപോയ വീടുകളാണ് എനിക്ക് പിന്നിലുള്ളത്. ഇതുപോലെ നിരവധി വീടുകൾ ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവരുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. മുൻപത്തേക്കാൾ കാട്ടാനശല്യം കൂടി. കാരണം താമസക്കാർ കുറഞ്ഞു, ആനകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് ഇറങ്ങി തുടങ്ങി. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ കൊച്ചുങ്ങളോട് പോകുമ്പോൾ വഴിക്ക് ആനയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരും. ആ സമയത്ത് ഫോറസ്റ്റുകാരെ വിളിച്ച് വരില്ല. പിന്നെ അങ്ങനെ സ്കൂളിലേക്ക് വിളിച്ച് പറയും, കൊച്ചൊക്കെ വരാൻ പറ്റില്ല, വഴിക്ക് ആനയാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയും. ഇന്നിപ്പോൾ പോയിട്ടുണ്ട്, എങ്ങനെയാണോ തിരിച്ചു വരുന്നത്, ഇനി ഫോറസ്റ്റുകാർ ഭയങ്കര കൊണ്ടിട്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ല. എന്ത് ചേട്ടന് കൈക്ക് ആനേനെ ഓടിച്ചാണ് ഞാൻ സ്കൂൾ വിട്ട് പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ റോഡിലേക്ക് ഫെൻസിങ് ഇട്ടുണ്ട്. റോഡിൻ്റെ സൈഡിൽ കൂടെ ഈ ഫെൻസിങ് കള്ളി ആനയും കിടക്കാറായപ്പോഴത്തേക്കും ഞാൻ ഓടി വന്നൊരു മുണ്ട് എടുത്തുകൊണ്ടിരുന്ന് ചെന്ന് കത്തിച്ച് എറിഞ്ഞപ്പോഴത്തേക്കും പുറോട്ട് കൈ എടുത്തു. ആ എറിഞ്ഞോടുകൂടി കയ്യിലിരുന്നോട്ട് ചെയ്ത്. നവകിരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വീടുകൾ കൈമാറാൻ തയ്യാറായവർ കുറവായിരുന്നു. എന്നാൽ പിന്നീടാണ് കാട്ടാനശല്യം രൂക്ഷമായത്. ഇപ്പോൾ ഒരു നിവർത്തിയുമില്ല. ഒരു നിവൃത്തിയില്ലാത്ത ആരും കൊടുത്തിട്ട് വന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കില്ല. കാര്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ പറ്റില്ല. ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഈ കോട്ടപ്പാറത്തിൽ അതിന് യാതൊരു മാറ്റമില്ല. ഈ കിടക്കുന്ന ആൾക്കാരെ ഒഴിവാക്കി വിട്ടില്ലെങ്കിലുള്ള എന്തെങ്കിലും സംഭവിക്കും. സർക്കാർ ഇപ്പോൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഒറ്റ ഇടുകയാണ്ട് 32 ആക്കാണ്ട് ആയി കിടക്കണേ. അതും കൊടുത്തിട്ടില്ല, ഫണ്ടില്ല എന്നും പറഞ്ഞ്. പിന്നെ അവരോട് ഈ 32 ആളും കൂടി അവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ തെറ്റിയാവും വീട്. പിന്നെ അവിടെ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുമോ? 3ാം ഘട്ടം പണമനുവദിക്കുന്നവരെ കാത്തിരിക്കാൻ ഇവർക്ക് ഇനി ജീവിതമുണ്ടാകുമോ എന്നതാണ് പ്രധാനം. അത്രമാത്രം ആനക്കൂട്ടങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.